ആ ഓക്കെ. അല്ല ഇത് വാക്കണം, 2 ദിവസം മതി. എന്തായി? ശരിയാ. പിന്നെ ഭാഗ്യത്തിന് നല്ലൊരു വീട് സെറ്റ് ആയി. പക്ഷെ വേറെ എന്താ പ്രശ്നം എന്താ, ഈ ഏരിയയിൽ വേറെ ഒരു പേരും കിട്ടാനില്ല. എവിടെയും കിട്ടാനില്ല. പിന്നെ കുറച്ച് നടക്കാണ്ട്, അത് ആകെ ഒരു പ്രശ്നമുള്ളൂ. സെറ്റ് അല്ലേ? സമയം കുറെ, നമുക്ക് ഇന്ന് പോകാൻ പറ്റും. ഇന്ന് പോണം, ഇന്ന് വരാനാണ് മൂപ്പര് പറഞ്ഞത്. അല്ലെങ്കിൽ ഇന്നിപ്പോ വീട് വേറെ ഒന്നും സെറ്റ് അല്ലേ? ഇന്ന് എന്തായാലും പോണം. ഇനി വേറെ വീട് കിട്ടാനില്ല ഇവിടെ. ഇത് അങ്ങനത്തെ ഒരു ഏരിയ ആണ്. ഓക്കെ നമുക്കിന്നേ കുറച്ച് നേരത്തെ ഇറങ്ങാം ഓഫീസിൽ. ഓക്കെ ശരി. എടാ ഒറ്റ വീട് പോലും കാണുന്നില്ലല്ലോ. ശരിയല്ലേ? ഒറ്റപ്പെട്ട സ്ഥലല്ലേ? റൂട്ട് തന്നെയല്ലേ? ഇതന്നെ മൂപ്പര് പറഞ്ഞ റൂട്ട്. എടാ ഈ ബാഗ് ഒന്ന് പിടിക്ക്. 2 ഡ്രസ്സും ഇല്ലേ, 2 കൂടിയല്ലേ? കിട്ടുമോ? ഇനി കുറെ ദൂരം ഉണ്ടോ? ഇനി കുറച്ചും കൂടി ഉണ്ട്. കയ്യൂരിട്ടോ മോനെ. പിന്നെ ഫസ്റ്റ് മാസം ശമ്പളം കിട്ടിയിട്ട് എന്തായാലും ഒരു ബൈക്ക് എടുക്കണം കേട്ടോ. അല്ലാതെ ഇത്ര ദൂരം നടക്കാൻ എന്നെ കൊണ്ട് കഴിയൂല. നീ ഉണ്ടോടാ കുറെ? നടക്കേ. കിണറല്ലേ? കിണറില് വെള്ളം ഉണ്ടല്ലേ? എടാ പഴയ കിണറല്ലേ? ഇതാണ് അയാൾ പറഞ്ഞ വീട്. ഇതോ? ഈ പരിസരത്തൊന്നും വേറെ വീടില്ലല്ലേ? ഇവിടെ ഒന്നും ആരും കാണില്ലല്ലോ. അതല്ല, അയാളിപ്പോ വരാന്ന് പറഞ്ഞതല്ലേ? എവിടെ? ഞാൻ വിളിച്ചു നോക്കട്ടെ. ഹലോ, എടാ എന്താ അയാളെ കാണാത്ത? കുറെ നേരമായല്ലോ. എടാ അയാളല്ലേ വരുന്നേ? എല്ലാ മക്കളെ, നേരം വഴുകിയോ? ഞാൻ കുറച്ച് തിരക്ക് പൊട്ടിട്ടോ. എന്താ ഞാൻ പറഞ്ഞ വീട് ഇഷ്ടപ്പെട്ടോ? ഒരുപാട് ആളുകൾ നിന്ന വീടാത്. കുറെ പഴക്കം വന്നു. ഇപ്പൊ ഒരുപാട് പഴക്കമുള്ള വീടാ. ഇപ്പൊ കുറെ കാലമായിട്ട് ആരും വരില്ല. ഒന്ന് തട്ടിക്കൊട്ടി ഒന്ന് വൃത്തിയാക്കിയാൽ മതി. വീടിന്റെ ഉള്ളൊന്നും കാണണ്ടേ? ഞാൻ അതാ തുറന്നുതരാം. എന്തിപ്പോ സംഭവിച്ചു? പഴയ വീടല്ലേ, അതുകൊണ്ടേക്കാരോ. വീടൊന്നും അടിച്ച് വൃത്തിയാക്കേണ്ടി വരും. പിന്നെ ഇപ്പൊ ഈ ഏരിയയിൽ ഇങ്ങനത്തെ വീട് ഉണ്ടാവുള്ളൂ. പിന്നെ മോൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീട് സെറ്റാക്കിയത്. അപ്പോ ഇതാണ് നിങ്ങൾക്ക് കിടക്കാനുള്ള റൂം. ആ റൂമിന്റെ ഉള്ളിക്കൊന്നും നോക്കരുത്.
ഒന്നും ഉണ്ടായിട്ടല്ല. മുമ്പ് ഒരു ദുർമരണം സംഭവിച്ച വീടാ. അതൊരു കുഞ്ഞു പൈതലായിരുന്നു. അത് റൂമിൽ നിന്നാ സംഭവിച്ചത്. എന്നാ ശരി മക്കളെ, എനിക്കുണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ. എന്താണോ? ഒന്നുമില്ല. ആ വാ, റൂം മൊത്തം ക്ലീൻ ചെയ്യാം.